വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എജു ഈസ്. 7ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എ വാം വെൽക്കം. നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൻ്റെ 7ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റായ ഹാർമണി ഓഫ് മാർവൽസ് എന്ന് പറഞ്ഞ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. വെക്കേഷനൊക്കെ ടൈമാണ്, അതറിയാം. എങ്കിലും നമുക്ക് നമ്മുടെ ചാപ്റ്റേഴ്സ് പഠിച്ച് മുമ്പോട്ട് പോകേണ്ട സമയമായി. അപ്പോൾ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് പോകാം. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ഹാർമണി ഓഫ് മാർവൽസ്. അപ്പം അവിടെ നമുക്കൊരു പിക്ചർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാൻ പറ്റുന്നത്? അവിടെ ഹാർമണി ഓഫ് മാർവൽസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അത്ഭുതങ്ങളുടെ ഒരു യോജിപ്പ് അല്ലെങ്കിൽ അത്ഭുതങ്ങളുടെ ഒരു ലയം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ആ പിക്ചറിൽ നമുക്ക് എന്തൊക്കെയാണ്, വാട്ട് യു സീ ഇൻ ദീസ് പിക്ചർ? ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്? നമുക്ക് ഒരു ബോയെ കാണാൻ പറ്റും അല്ലേ? എ ബോയ്. പിന്നെ എന്താണ്, ഒരു ഹാൻഡ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അത് ആരുടെ ഹാൻഡാണ്? നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും, അതൊരു റോബോട്ട് അല്ലേ? റോബോട്ടിൻ്റെ ഹാൻഡാണ്. പിന്നെ ട്രീ കാണാൻ പറ്റുന്നുണ്ട്, മൂൺ, ലൈറ്റനിങ്, സ്റ്റാർസ്, അങ്ങനെ പല പിക്ചർ, ഒരു ഗ്രൂപ്പ് ഓഫ് പിക്ചേഴ്സ് അല്ലേ? ഒരു കൂട്ടം പിക്ചറുകൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അത് സോക്രട്ടീസ് എഴുതിയ അല്ലെങ്കിൽ സോക്രട്ടീസ് പറയുന്ന ഒരു കോട്ടാണ്. എന്താണ്? വണ്ടർ ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. വണ്ടർ മീൻസ് എന്തുവാ? അത്ഭുതം അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്താണ് നമ്മൾ പറയത്തില്ലേ, ജിജ്ഞാസ എന്ന് പറയത്തില്ലേ, നമുക്ക് അറിയാനുള്ളൊരു ആഗ്രഹം. നമുക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം തോന്നുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ നമുക്കറിയാത്തൊരു കാര്യമാണെങ്കിൽ നമുക്കത് അറിയാൻ വേണ്ടി എന്താണ് മാക്സിമം നമുക്ക് അത് അറിയണം എന്നുള്ളൊരു ജിജ്ഞാസ, ഒരു ആഗ്രഹം ഉണ്ടാവും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. വണ്ടർ, അത്ഭുതം എന്ന് പറയുന്നത് എന്താണ്? ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. അറിവിൻ്റെ ഒരു തുടക്കമാണ് എന്ത്? അത്ഭുതം അല്ലെങ്കിൽ അറിയാനുള്ള ആഗ്രഹം എന്നൊക്കെ ആര് പറയുന്നതാണ്? നമ്മുടെ സോക്രട്ടീസ് പറയുന്നൊരു വാചകമാണ്. നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാം. ദ ഡോർ വേ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, അത് ദ ഡോർ വേ, അത് മീൻസ് ഒരു പ്രവേശകം പോലെ, ഒരു പ്രവേശക പ്രവർത്തനം പോലെ കൊടുത്തിരിക്കുകയാണ്. നോക്കിയേ, ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോബോട്ട്സ്. നമുക്ക് അവിടെ എന്താണ് കാണാൻ പറ്റുക? വാട്ട് ഈസ് ദീസ് പിക്ചർ അബൌട്ട്? ദ പിക്ചർ ഈസ് അബൌട്ട് എന്താണ്? സോ മെനി റോബോട്ട്സ് ഇല്ലേ? കുറേ റോബോട്ട്സുകളെയാണ് നമുക്കവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്? കാണാനായിട്ട് പറ്റുന്നത്. എന്താണ്? വി ക്യാൻ സീ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ്. പിന്നെ എന്താണ് അവിടെ എന്തൊക്കെയാണ് റോബോട്ട്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോബോട്ട്സിനെ നമുക്ക് പിക്ചറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഏതൊക്കെ ടൈപ്സിലെ റോബോട്ട്സുകളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മനസ്സിലാക്കും. പല വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന കുറേ റോബോട്ട്സിൻ്റെ പിക്ചേഴ്സാണ് അവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് അല്ലേ? അത് അവിടെ മെഡിക്കൽ റോബോട്ട്സിനെ കാണാൻ പറ്റും, എഡ്യൂക്കേഷണൽ റോബോട്ട്സ് ഉണ്ടാകാം, അഗ്രികൾച്ചർ റോബോട്ട്സ് ഉണ്ടാകാം, പിന്നെന്താണ് ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് ഉണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള റോബോട്ട്സിൻ്റെ പിക്ചേഴ്സാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്. വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട്സ് ക്യാൻ പെർഫോം? എന്താണ് ഒരു റോബോട്ടിന് ചെയ്യാൻ കഴിയുന്ന ചില കോമൺ ആയിട്ടുള്ള കുറച്ച് ജോലികളുണ്ടല്ലോ, അത് ഏതൊക്കെയായിരിക്കും? മനുഷ്യന്മാർ ചെയ്യുന്ന പോലുള്ള മിക്ക ജോലികളും ഇപ്പോൾ ആര് ചെയ്യുന്നുണ്ട്? റോബോട്ടുകൾ ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് വെളി രാജ്യങ്ങളിലോട്ടൊക്കെ പോകുമ്പോഴൊക്കെ കാണാൻ പറ്റും. മനുഷ്യന്മാർ ചെയ്യുന്നതിനെക്കാട്ടിലും വേഗതയിൽ ഭയങ്കര സ്പീഡായിട്ട് റോബോട്ട്സുകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡൊക്കെ കൊണ്ടു കൊടുക്കാൻ ഹോട്ടലുകളിലൊക്കെ കയറുമ്പോഴൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പക്ഷേ ഇത് നമുക്കിങ്ങനെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി മനുഷ്യന്മാർക്ക് ഇവിടെ ജോലി സാധ്യത വളരെ കുറവായിരിക്കും. മനുഷ്യന്മാർക്ക് ജോലി ചെയ്യാനുള്ളൊരു അവസരങ്ങൾ നഷ്ടപ്പെടുകയും റോബോട്ടുകളുടെ ഒരു കാലമായി മാറുകയും ചെയ്യുമായിരിക്കും അല്ലേ? നമുക്ക് ചിട്ടി റോബോട്ടിൻ്റെ ഒക്കെ കാര്യം അറിയാം. അപ്പം അതുപോലെ റോബോട്ടിൻ്റെ ഓവർ സാന്നിധ്യം നമ്മുടെ ഭൂമിക്ക് ദോഷമാണ്. എന്നാൽ ആവശ്യത്തിന് വേണം എന്നുള്ളൊരു ഇതിലൂടെ നമുക്ക് ഈ ചാപ്റ്ററിലോട്ടൊക്കെ നമുക്ക് ഇനിയും കടക്കാം. നമുക്ക് ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, ഹാവ് യു എവർ സീൻ ഓർ ഹേർഡ് ഓഫ് എ റോബോട്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഹൗസ് ഹോൾഡ് കോഴ്സ്? എന്താണ് നമ്മുടെ വീട്ടുജോലികളിലൊക്കെ സഹായിക്കുന്ന റോബോട്ടിനെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ് എങ്കിൽ യെസ്, നോ എങ്കിൽ നോ. യെസ് എന്ന് നമുക്ക് പറയാം. എവിടെ
അപ്പോൾ അതിൽ നമുക്കറിയാം, അതിൽ എന്താണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന ഫിലിമിലൊരു വീഡിയോ ആണ്. അപ്പം ജോലി ചെയ്യുന്നതും അവിടെ വേസ്റ്റായിട്ട് തോന്നിയ ഒരു കാര്യം അദ്ദേഹം ആ ഒരു ചാരം എന്ന് പറയുന്നത്, അപ്പം മനുഷ്യരുടെ വികാരങ്ങൾ ആർക്കും മനസ്സിലാക്കാനുള്ളൊരു ടെൻഡൻസി ഇല്ല, നമ്മുടെ റോബോട്ട്സിന് മനസ്സിലാക്കാനുള്ളൊരു ടെൻഡൻസി ഇല്ല. അത് ചാരമാണ്, വേസ്റ്റാണെന്നുള്ള രീതിയിൽ അത് എന്ത് ചെയ്യുന്നു, കൊണ്ട് കളയുന്നതൊക്കെ ഒരു സീനാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇതിലെ ഒരു ക്യാരക്ടർ പോലെ തന്നെ ഉള്ളൊരു ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോകുന്നത്. നമുക്ക് ഇനിയിപ്പം അധികം ടൈം കളയാതെ ബാക്കി വായിച്ചു നോക്കാം. ഇഫ് യു ഗെറ്റ് ദ സർവീസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ഡു? എന്താണ്, നിങ്ങളുടെ വീട്ടിലൊരു റോബോട്ടിൻ്റെ സേവനം ലഭിച്ചാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒപ്പം തന്നെ നിന്ന് ഐ വുഡ് മേക്ക് ഇറ്റ് ഹെൽപ്പ് വിത്ത് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്, അല്ലേ? വീട്ടിലെ ജോലികളൊക്കെ അതിനൊപ്പം കൂടെ നിന്ന് അതിനെ സഹായിക്കാം, അല്ലേ? ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ്, ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് എന്തൊക്കെ പറയാം? എന്തൊക്കെ ഉപകരണങ്ങൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാറുണ്ട്? റെഫ്രിജറേറ്റർ, അല്ലേ? ഫ്രിഡ്ജുണ്ട്, പിന്നെ ടെലിവിഷൻ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ, പിന്നെ മൈക്രോവേവ് ഓവൻ, AC, കൂളർ, ഇങ്ങനെ പലതരത്തിലുള്ള ഗാഡ്ജറ്റ്സുകൾ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ബോയ് ആൻഡ് എ റോബോട്ട്. നമുക്ക് ഈ ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടർ ഒരു ബോയും ഒരു റോബോട്ടുമാണ്. എ റോബോട്ട് വിത്ത് എ വൈറസ്. നമ്മുടെ ചാപ്റ്ററിലോട്ട് നമ്മൾ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ദിസ് സ്റ്റോറി ഈസ് റിട്ടൺ ബൈ പെഡ്രോ പാബ്ലോ സാഗ്രിസ്റ്റാൻ എന്ന് പറഞ്ഞൊരു ഒരു കഥ എഴുതുന്ന ആളാണ്. ഇത് പെഡ്രോ പാബ്ലോ സാഗ്രിസ്റ്റാൻ എന്ന് പറഞ്ഞ ആളാണ് റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ദ മെയിൻ ക്യാരക്ടർ, ദ പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് എ ചാപ്റ്റർ, ഈ ചാപ്റ്ററിലെ ഒരു പ്രൊട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ ദ മെയിൻ ക്യാരക്ടർ ഓഫ് എ ബോയ് നെയ്മഡ് റിക്കി. ഇതിലെ മെയിൻ ക്യാരക്ടറിൻ്റെ പേര് റിക്കി എന്നാണ്. അവൻ്റെ ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഹി വാസ് വെരി ലേസി ആൻഡ് അൺഓർഗനൈസ്ഡ്. അവനൊരു അടുക്കും ചിട്ടയും ഒന്നുമില്ലാത്ത ഒരു മടിയനായ കുട്ടിയായിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ പറ്റുന്നത്. ബട്ട് ദ റോബോട്ട് ടോട്ട് ഹിം എ ലെസൺ ആൻഡ് ഹി ബിക്കം ദ മാക്സിമം എഫിഷ്യൻസി ബോയ്. പക്ഷേ ഈ റോബോട്ടിൻ്റെ സാന്നിധ്യം മൂലം അവൻ നല്ലൊരു ഒരു എഫിഷ്യൻസി ആയിട്ടുള്ളത്, ഒരു മാക്സിമം എഫിഷ്യൻസി ആയിട്ടുള്ളൊരു ബോയ് ആയി മാറുന്നതാണ് റോബോട്ട് വിത്ത് എ വൈറസ് എന്ന ഈ ചാപ്റ്ററിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം, ഞാൻ വായിക്കാൻ ശ്രദ്ധിക്കുക. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. ദ വൈബ്രന്റ് ഗോൾഡൻ sunlight danced across the streets. It cast warm hues upon the housetops. The air was crisp and refreshing. The sunbeams peeped into Ricky's room through the skylight. He was still in bed. He was a young boy of 11. It was a sunny morning. ഒരു സൂര്യപ്രകാശമുള്ള ഒരു രാവിലെയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. The vibrant gold sunlight danced across the streets. സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ തെരുവുകളിലെല്ലാം സ്വർണ്ണ നിറത്തിലുള്ള ഗോൾഡൻ ആയിട്ടുള്ള സൂര്യപ്രകാശം, സൺലൈറ്റുകൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. അത് ആ ഒരു പ്രകാശം, ആ ഒരു നിറങ്ങൾ വീടിൻ്റെ മുകൾ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ അടിച്ചു പോകുന്നു. ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിങ്. ആ ഒരു പ്രകൃതിയിലെ എയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ക്രിസ്പ് ആൻഡ് റിഫ്രഷിങ്. ഭയങ്കര തണുത്തതും ഉന്മേഷദായകവുമായ നല്ല റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു എയറാണ് ആ ഒരു ഇതിൽ കാണാനായിട്ട് പറ്റുന്നത്, അനുഭവിക്കാൻ പറ്റുന്നത്. The sunbeams peeped into Ricky's room through the skylight. നമ്മുടെ മെയിൻ ക്യാരക്ടറായ റിക്കിയുടെ റൂമിനകത്തോട്ട് സൂര്യപ്രകാശം ഇങ്ങനെ പീപ്പ് ചെയ്യുക എന്നാണ്, മുകൾ ഭാഗത്തോട് ഇങ്ങനെ എത്തി നോക്കുന്നു. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. അവൻ ഇപ്പോഴും എന്ത് തന്നെയാണ്? ബെഡിൽ കിടന്ന് ഉറങ്ങുക തന്നെയാണ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് നമ്മുടെ റിക്കി ലീവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂട്ടറിസ്റ്റിക് ഹൗസ് വിച്ച് ഹാഡ് എവരിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? റിക്കി ലീവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂട്ടറിസ്റ്റിക് ഹൗസ് വിച്ച് ഹാഡ് എവരിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. നിങ്ങൾക്ക് എപ്പോഴും നമ്മൾക്ക് ആഗ്രഹമുള്ള രീതിയിലുള്ള അത്രമാത്രം ഭംഗിയുള്ള നല്ല ആധുനീകരിച്ചിരിക്കുന്ന ഒരു വീട്ടിലാണ് നമ്മുടെ റിക്കി ജീവിക്കുന്നത്. ബട്ട് ഹി വാസ്
സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കാര്യങ്ങളിലെല്ലാം ഭയങ്കര ലേസിയാണ്. അടുക്കും ചിട്ടയും ഇല്ലാത്തതായിരുന്നു. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. കണ്ണിൽ കാണുന്ന സാധനങ്ങൾ, ഉപയോഗിച്ച സാധനങ്ങളെല്ലാം അവിടെയും ഇവിടെയുമായിട്ട് റൂമിൽ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് നടക്കുകയാണ്. അതൊരു മെയിൻ ഹോബി. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. അവൻ്റെ അമ്മയുടെ മെയിൻ ജോലി അവൻ ഉപയോഗിച്ച സാധനങ്ങൾ, താഴെയെല്ലാം വലിച്ചെറിയുന്ന സാധനങ്ങൾ കളക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഹിസ് മദർ ഹു വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക് ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. അവൻ്റെ അമ്മയുടെ ജോലി ഒരു ബാങ്ക് മാനേജറാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതെല്ലാം നോക്കിയിട്ട് വേണം അവർക്ക് ബാങ്കിൽ ജോലി ചെയ്യാനായിട്ട് പോകാൻ ഉള്ളത്. ഷീ ഓൾവേസ് ഹാർഡ് വർക്ക് ഫോർ റിക്കി. അവൻ എപ്പോഴും റിക്കിയുടെ മം എപ്പോഴും ഇവന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം, ചെയ്തിരിക്കണം വെച്ചാൽ ഇവനൊന്നും സ്വന്തമായി ചെയ്യത്തില്ല. റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ അവൻ ചെയ്യാത്തതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറയുന്നത്. റിക്കി, നീ നിൻ്റെ സ്റ്റഡി റൂമിൽ നിന്ന് സ്കൂൾ ബാഗ് എടുക്കുക. പിന്നെന്താണ്, റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. റിക്കി അയൺ യുവർ ടീഷർട്ട്സ് ആൻഡ് ട്രൗസേഴ്സ് ആൻഡ് സോ ഓൺ. ഇങ്ങനെ നമ്മുടെ വീട്ടിലും പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ അമ്മ ഇങ്ങനെ പറഞ്ഞ് വിടുകയാണ്. ആൻഡ് സോ ഓൺ. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ഒരൊറ്റ ഇത് മാത്രമേ ആർക്കുള്ളൂ, നമ്മുടെ റിക്കിക്ക് ഉള്ളൂ. റിക്കി ഡിഡ് നോട്ട് ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്. വീട്ടിലേക്ക് വേണ്ട ഒരു കാര്യവും സഹായവും റിക്കി ചെയ്യില്ല. ബട്ട് he was as excited as his parents when they bought the latest model of a butler robot. പക്ഷേ അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം, അവരുടെ പേരൻസിനെ പോലെ തന്നെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം ഇപ്പോൾ വീട്ടിൽ നടക്കുന്നു. വീട്ടിലേക്ക് ഒരു ലേറ്റസ്റ്റ് മോഡലിലുള്ള ഒരു ബട്ട്ലർ റോബോട്ടിനെ വാങ്ങിക്കൊണ്ട് വന്നു. ആസ് സൂൺ ആസ് ഇറ്റ് അറീവ്ഡ് ഓഫ് ഇറ്റ് വെൻറ്റ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. വന്ന പാടെ അതെന്ത് ചെയ്യുകയാണ്, ആഹാരം പാകം ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, തുണിയൊക്കെ അയൺ ചെയ്യുന്നു, അങ്ങനത്തെ എല്ലാ ജോലികളും അവൻ ചെയ്യുന്നുണ്ട് റോബോട്ട്. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. പക്ഷേ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ചെയ്ത ജോലി എന്താണെന്ന് വെച്ചാൽ ആ റോബോട്ട് റിക്കിയുടെ ക്ലോത്ത്സുകൾ തറയിൽ നിന്ന് വാരിപ്പെറുക്കുക, പിക്ക് ചെയ്തെടുക്കുക എന്നായിരുന്നു അവൻ്റെ എപ്പോഴും ഉള്ള ഒരു പ്രധാനപ്പെട്ട ജോലി. On the first day, when he went to sleep, his bedroom was in a disastrous state as usual. ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ ആദ്യ ദിവസം ഉറങ്ങാൻ കിടന്നപ്പോൾ പതിവ് പോലെ കിടപ്പ് മുറിയിൽ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്തൊരു രീതിയിലൊരു കിടപ്പ് മുറിയാണ് ഫസ്റ്റ് ഈ റോബോട്ട് വന്ന ഫസ്റ്റ് ഡേ തോന്നിയത്. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ് എവരിത്തിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. പക്ഷേ പിറ്റേ ദിവസം അവൻ എണ്ണിച്ചപ്പോൾ അവൻ്റെ തന്നെ റൂം തന്നെയാണോ എന്ന് പോലും അവന് റിക്കിക്ക് അതിശയമായി. വെച്ചാൽ ആ റൂം ഭയങ്കര പെർഫെക്റ്റായും ക്ലീനായും ടൈഡിയായും മാറിയിരിക്കുന്നു. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലെയിംഡ്. അവൻ അതിശയപ്പെട്ടു പോയി, അത്ഭുതത്തോടെ പറയുകയാണ്, എൻ്റെ മുറി ഇത്രയും വൃത്തിയും വെടുപ്പുമുള്ളതായി ഇതുവരെ കണ്ടിട്ടില്ല. അത്രമാത്രം അവൻ ആശ്ചര്യപ്പെട്ട് പറയുകയാണ്. ഇൻഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. റിക്കി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട് നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. അപ്പോൾ ഇൻഫാക്ട് സത്യത്തിൽ അവിടെ വാസ്തവത്തിൽ ആ റൂം ഇപ്പോൾ വളരെ വൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റിക്കി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട് നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുട്ബോളും ഫേവറേറ്റ് ആയിട്ടുള്ള ടീഷർട്ടും ഒന്നും ഇപ്പോൾ അവിടെ കാണുന്നില്ല. വേർ ഈസ് മൈ ടീഷർട്ട്? അമ്മേ, എൻ്റെ ടീഷർട്ട് എവിടെയാണ്? വേർ ഈസ് മൈ ബോൾ? എൻ്റെ ബോൾ എവിടെയാണ്? ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. പെസ്റ്റേർഡ് ഹിസ് മദർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അമ്മ ഇങ്ങനെ പെസ്റ്റേർഡ് ചെയ്തുകൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അവൻ. ഹീ കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് തിങ്സ് ഈവൻ ആഫ്റ്റർ ഹി ഹാഡ് സെർച്ച്ഡ് അപ്പ് ആൻഡ് ഡൗൺ. മുകളിലും താഴെയും പലയിടത്തായിട്ട് എല്ലാം തപ്പിയിട്ടും അവൻ്റെ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ അവന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഹി ആസ്ക്ഡ് ഹിംസെൽഫ്. അവനോട് തന്നെ ചോദിക്കുന്നു, വേർ കുഡ് ദേ ഹാവ് ഗോൺ? എവിടെയാണ് ഇത്? എവിടെ കൊണ്ട് കളഞ്ഞിരിക്കുകയാണ്? എവിടെയാണ് പോയിരിക്കുക? ഹൗ എവർ മച്ച് ഹി സെർച്ച്ഡ് ഡ്യൂറിങ് ദ ഡേ, ദോസ് ടു ഐറ്റംസ് ഡിഡ് നോട്ട് റീഅപ്പിയർ. ആ ദിവസം ഫുൾ അത് തപ്പിയിട്ടും ആ 2 ഐറ്റംസ് ഇതുവരെ അവന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഏതൊക്കെയാണ്? അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീഷർട്ടും
ഫേവറേറ്റ് ആയിട്ടുള്ള ഫുട്ബോൾ. ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു ഡു. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും സംഭവിക്കേണ്ടതായിരുന്നു. എന്തായിരുന്നു നമുക്ക് നോക്കാം. Ricky cast a suspicious eye on the gleaming butler robot. I think it's his handwork, he thought. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. ഇനി ഇതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് ഈ റോബോട്ടാണോ എന്നുള്ള രീതിയിൽ ഒരു സൂക്ഷ്മമായ നോട്ടം, സസ്പീഷ്യസ് ഐ, എന്താണ് കള്ളക്കണ്ണോടുകൂടി ആരെ നോക്കുന്നു? റിക്കി നമ്മുടെ റോബോട്ടിനെ നോക്കുകയാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡി വർക്ക് ഹി തോട്ട്. ഇതെല്ലാം അവൻ്റെ ഒരു കളിയായിരിക്കും എന്ന് ആര് വിശ്വസിക്കുന്നു? റിക്കി വിശ്വസിക്കുന്നു. ഹി ഹാച്ച്ഡ് എ പ്ലാൻ ടു സ്പൈ ഓൺ ദ റോബോട്ട് ആൻഡ് ബിഗാൻ ഫോളോയിങ് ഇറ്റ് അറൗണ്ട് ദ ഹൗസ്. ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് one of his clothes. Ricky followed with the robot without making a sound. To his surprise, he saw the robot folding his t-shirt neatly and keeping it on a pile of clothes in the storeroom. എന്താണ്? അവൻ റോബോട്ടിനെതിരെയായി സ്പൈ, ഒരു ചാരപ്പണി ചെയ്യാനുള്ള പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വീടിന് ചുറ്റും ആരെ പിന്തുടരാൻ തുടങ്ങുകയാണ്? നമ്മുടെ റിക്കി റോബോട്ടിനെ പിന്തുടരുകയാണ്. ഒടുവിൽ തൻ്റെ വസ്ത്രങ്ങളിൽ ഒന്ന് എടുക്കുന്നതായിട്ട് അവൻ കൈയോടെ ആരെ പിടിക്കുന്നുണ്ട്? നമ്മുടെ റിക്കി റോബോട്ടിനെ പിടിക്കുക. അവൻ്റെ ഏതൊരു വസ്ത്രം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് ആര് കണ്ടു? നമ്മുടെ റിക്കി കണ്ടു. പക്ഷേ അവൻ റിക്കി അന്നേരം ശബ്ദം ഉണ്ടാക്കാതെ ആരെ പിന്തുടർന്ന് നടന്നു? നമ്മുടെ റോബോട്ടിനെ പിന്തുടർന്ന് നടന്നു. റോബോട്ട് തൻ്റെ ടീഷർട്ട് എന്ത് ചെയ്യുന്നു? ഭംഗിയായി ഫോൾഡ് ചെയ്ത് വെക്കുന്ന, മടക്കി സ്റ്റോർ റൂമിലെ വസ്ത്രങ്ങളുടെ പൈൽ ഓഫ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളുടെ ഒരു കൂമ്പാരത്തിലേക്ക്, ആ ഒരു ഭാഗത്തേക്ക് സൂക്ഷിച്ച് വെക്കുന്നത് ആര് ടെൻഷനോടെ അമ്പരപ്പോട് കൂടി ആര് നോക്കി നിൽക്കുകയാണ്? ഇത് കണ്ട് റിക്കി നോക്കി നിൽക്കുകയാണ്. ഓഫ് ഹി വെൻറ്റ് റണ്ണിങ് ടു ഹിസ് പേരൻസ്. എന്നിട്ട് ഈ ഒരു കാഴ്ച കണ്ടിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ മാതാപിതാക്കളുടെ, അച്ഛനമ്മയുടെ അടുത്തേക്ക് ഓടുന്നു. ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. ഈ റോബോട്ടിന് എന്തോ ഒരു ഫോൾട്ടുണ്ട്, തകരാറുണ്ട്. ഹി ഹാസ് ഫിൽച്ച്ഡ് മൈ തിങ്സ്. അവൻ എന്ത് ചെയ്യുകയാണ്? എൻ്റെ സാധനങ്ങളെല്ലാം ഡാമേജ് ചെയ്യുകയാണ്, നശിപ്പിക്കുകയാണ്. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. ഞാൻ ചിന്തിക്കുന്നു ഇവനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ മോശമായിട്ടാണ്. ലെറ്റ് us send him off. അതുകൊണ്ട് എത്രയും വേഗം ഇവനെ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് പറഞ്ഞ് വിടുക. ഇവിടെ ഇനി ഇവൻ്റെ സേവനം നമുക്ക് ആവശ്യമില്ല. അപ്പം ആബ്സല്യൂട്ട്ലി നോട്ട്. ഫാദർ ഷുക്ക് ഹിസ് ഹെഡ്. ഫാദർ തലയാട്ടിട്ട് പറയാം, ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. എന്താണ് ഹി വാസ് ഇൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ? റോബോട്ടിക്സിലെ വിദഗ്ധനായിരുന്നു അയാൾ. അതുകൊണ്ട് തന്നെ അയാൾ ഒരിക്കലും അത് സമ്മതിച്ചില്ല. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. ആ പുതിയ ബട്ട്ലറിൽ അദ്ദേഹം വളരെയേറെ സന്തോഷവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൈൻഡിലുണ്ടായിരുന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന രീതിയിലുള്ള ഒരു ബട്ട്ലർ തന്നെ, റോബോട്ട് തന്നെയാണ് അത് എന്ന് അദ്ദേഹം പറഞ്ഞു. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റൈനേറ്റഡ്. പക്ഷെ റിക്കിക്ക് വീണ്ടും ഇത് ദേഷ്യം ഉണ്ടാക്കുന്നൊരു കാര്യമായി മാറി. ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. എനിക്ക് അവനെ ഇവിടുന്ന് എങ്ങനെയും ഓടിച്ചു വിടണം. റിഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒഴിവാക്കണം. എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോയിഡ്. അങ്ങനെ അച്ഛനും അവനും തുടർന്ന് ഭയങ്കരമായൊരു തർക്കം ഉണ്ടായി. ഓക്കെ, നമ്മൾ പാർട്ട് 1 ഇത്രയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും വാക്കുകളുടെയൊക്കെ മീനിങ്സ് അറിയത്തില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ഇടാം. ഞാൻ അതിൻ്റെ മീനിങ്സ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും ചോദിക്കാം. അപ്പം ഞാൻ പാർട്ട് 2 ബാക്കി ഇടാം. കാരണം വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവരുത്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം കുറച്ച് ഭാഗം മാത്രം പാർട്ട് 1 എടുക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. എല്ലാവരും വീഡിയോ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.